Hello everyone, welcome to Learning. So നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ സെമി കണ്ടക്ടർ മെമ്മറീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് റോം, എസ്റാം, DRAM എന്നീ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം. So question number 1, a ROM is used to implement a squarer which output the square of a 4-bit number. What is the size of the ROM? Option A 16 address lines and 16 data lines. Option B 4 address lines and 8 data lines. Option C 8 address lines and 8 data lines. And option D 4 address lines and 16 data lines. So ഒരു ROM എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് നമുക്ക് സപ്പോസ് 2m into n എന്ന് എടുക്കാം. അതിൽ n എന്ന് പറയുമ്പോഴത്തേക്ക് ഡേറ്റ ലൈൻസ് ആണ്. ഡേറ്റ ലൈൻസ് ഇനി 2m എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ലൊക്കേഷൻസ് ഓർ അഡ്രസ്സസ് നമുക്ക് എടുക്കാം. എത്ര അഡ്രസ്സസ് വേണം എന്നുള്ളത്. അതിൽ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ്. അതായത് ഇപ്പോൾ m is equal to 2 ആണെന്ന് 3 ആണെന്നുണ്ടെങ്കിൽ, അതായത് അഡ്രസ് ലൈൻസ് 3 ആണെന്നുണ്ടെങ്കിൽ എത്ര ലൊക്കേഷൻസ്, എത്ര അഡ്രസ്സസ് നമുക്ക് കിട്ടും? 2�3 8 അഡ്രസ്സസ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് റോമിൻ്റെ സൈസ് എടുക്കുന്നത്. സോ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് 4-bit നമ്പറാണ്. ഒരു സ്ക്വയറാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. സോ 4-bit നമ്പർ സാധിക്കും 000 മുതൽ 1111 വരെയാണ് നമുക്ക് മാക്സിമം ആ ഒരു റേഞ്ച്. 4-bit നമ്പർ ആയതുകൊണ്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0ൻ്റെ സ്ക്വയർ 0 ആൻഡ് 15 ആണ് 1111 എന്ന് പറയുന്നത്. 15ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 225. സോ ഇത് 0000 മുതൽ എവിടം വരെ? 225 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 11100001 ഇങ്ങനെ ഇതാണ് 225. സോ നമുക്ക് 8 ബിറ്റ് വേണം ഇതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻപുട്ട് 4-bit ആണെങ്കിലും ഔട്ട്പുട്ട് മാക്സിമം നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബിറ്റ് വേണം. സോ നമ്പർ ഓഫ് ഡേറ്റ ലൈൻസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. കാരണം 8 ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അഡ്രസ് ലൈനിലോട്ട് വരാം. അഡ്രസ് ലൈനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ബിക്കോസ് ഓഫ് വി ഹാവ് ടു സ്റ്റോർ 0 to 225 വരെ സ്റ്റോർ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ, അതായത് ആക്ച്വലി നമ്മൾ എടുക്കുന്നത് 256 വരെ, 20 to 256 അതായത് 225 വരെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഓരോ അഡ്രസ് ലൈനും 8 ബിറ്റിൻ്റെ ലെങ്ത് ആണുള്ളത്. ഇതാണ് നമ്മൾ ഡേറ്റ ലൈൻ എന്ന് പറയുന്നത്. ഇനി 0 to 225 വരെയാണെന്നുണ്ടെങ്കിൽ 256 എന്ന് പറയുമ്പോൾ 2m എന്ന് പറയുന്നത് 256 വരെ എടുക്കുകയാണെങ്കിൽ m is equal to 8 ആണ്. അതായത് നമ്പർ ഓഫ് അഡ്രസ് ലൈൻ എന്ന് പറഞ്ഞാൽ 8 വേണം. അതുപോലെ ഡേറ്റ ലൈനും 8. അപ്പോൾ 8x8 റോമാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. 8 അഡ്രസ് ലൈൻസ് ആൻഡ് 8 ഡേറ്റ ലൈൻസ്. Question number 2. The amount of ROM needed to implement a 4-bit multiplier is option A 64 bit, option B 128 bits, option C 1k bits and option D 2k bits, kilobits. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നതും റോമിൻ്റെ സൈസാണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2 n-bit നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് 2n ബിറ്റ്സ് ആയിരിക്കും. അത്രയും ഡേറ്റ നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ 2n-bit നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2n അഡ്രസ് ലൈൻസും വേണ്ടി വരും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 n-bit number will result 2n bits ഡേറ്റ. 2n ബിറ്റ്സും വേണ്ടി വരും. നീഡ് അഡ്രസ് ലൈൻസ് 2n. അപ്പം നമ്മൾ നേരത്തെ റോമിൻ്റെ സൈസ് പറഞ്ഞു. റോമിൻ്റെ സൈസ് എന്നാണ് 2m into n, അതായത് n ഡേറ്റ ലൈൻസും m എന്ന് പറയുന്ന അഡ്രസ് ലൈൻസും ആണെന്നുണ്ടെങ്കിൽ
ഇവിടെ എമ്മിൻ്റെ അഡ്രസ് ലൈൻസ് എത്രയാണ് 2n ആണ്. സോ 2^2n ഇൻറ്റു ഡേറ്റ, എത്ര ഡേറ്റ വേണം 2n ഡേറ്റ വേണം. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട് 4 ബിറ്റ് ആണ് തന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് 2^8 ഇൻറ്റു 8 എന്ന് വരും. അതായത് 2^8 ഇൻറ്റു 2^3 വിച്ച് ഈസ് ഈക്വൽ ടു 2^11. 2^11 എന്ന് പറയുമ്പം 2048 വരും, അതായത് 2k ബിറ്റ്സ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ നല്ല ഓപ്ഷൻ ഡി ആണ്, 2k ബിറ്റ്സ്. Number 3. A ROM is to be used to implement a squarer which outputs a square of a 3-bit number. What must be the size of the ROM? നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പോലത്തെ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. ഓപ്ഷൻ എ 8 address lines and 9 data lines. ഓപ്ഷൻ ബി 3 address lines and 6 data lines. ഓപ്ഷൻ സി 3 address lines and 9 data lines. ആൻഡ് ഓപ്ഷൻ ഡി 8 address lines and 6 data lines. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3-bit നമ്പർ ആണെന്നാണ്. 3-bit നമ്പർ ആകുമ്പോഴത്തേക്കും നമുക്ക് റേഞ്ച് എങ്ങനെയായിരിക്കും, 0000 to 111 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻപുട്ട്. അതിൽ നമ്മൾ അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നത്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 മുതൽ 111 എന്ന് പറയുമ്പോൾ 7 ആണ്. 7ൻ്റെ ഔട്ട്പുട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 ആണ്. സോ 49ൻ്റെ ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ 110001 ഇതായിരിക്കും. അപ്പം നമുക്ക് എത്രയാണ് ഔട്ട്പുട്ടിൽ നമുക്ക് 6 ബിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഏറ്റവും മാക്സിമം നമുക്ക് 6 ബിറ്റ്സ് വരെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഡേറ്റ ലൈൻസ് 6 ബിറ്റ്സ് വരെയാണ് വേണ്ടത്. സോ നമുക്ക് 6 ബിറ്റ്സ് വരുന്ന ഡേറ്റ ലൈൻസ് വരുന്ന 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. 3 അഡ്രസ് ലൈൻസും ഉണ്ട്, 8 ഡേറ്റ ലൈൻസും ഉണ്ട്. ഓപ്ഷൻ 3 അഡ്രസ് ലൈൻ 6 ഡേറ്റ ലൈൻസും 8 അഡ്രസ് ലൈൻ ആൻഡ് 6 ഡേറ്റ ലൈൻസ് 2 ഓപ്ഷൻസ് ആണുള്ളത്. സോ നമുക്കിനി അഡ്രസ് ലൈൻ എത്ര വേണം എന്ന് നോക്കാം. സോ അഡ്രസ് ലൈൻ നമ്മളിപ്പോൾ മുന്നത്തെ കേസിൽ നമ്മൾ ചെയ്തത്, നമ്മൾ 0 to 15 വരെ ഉള്ള കേസിൽ ഇൻപുട്ടും സ്റ്റോർ ചെയ്തു ആൻഡ് ഔട്ട്പുട്ടും സ്റ്റോർ ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബിറ്റ്സ് വേണ്ടി വന്നത് അവിടെ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 ബിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 2^5 വരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് 32 കിട്ടും, അതായത് 0 to 31 വരെ വരുന്നുള്ളൂ. ഇനി 2^6 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 64 വരും, അതായത് 0 to 63 വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതായത് ആക്ച്വലി 6 അഡ്രസ് ലൈൻസ് ആണ് നമുക്ക് വേണ്ടത്, കാരണം അതിനിടയ്ക്കാണല്ലോ 49 വരുന്നത്. അപ്പോൾ നമുക്ക് 6 അഡ്രസ്സ്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടി വരുന്നത് 225 ആയിരുന്നു. സോ നമ്മൾ 8 എടുത്തു, അപ്പോഴത്തേക്ക് 256 വരെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് 225 കവർ ആവുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും നമുക്ക് വേണ്ട മാക്സിമം എന്ന് പറഞ്ഞാൽ 49 ആണ്. അത് നമുക്ക് 2^6 എടുക്കുമ്പോൾ കിട്ടും, അതായത് 0 to 63 ഇടയ്ക്ക് അത് വരുന്നുണ്ട്, 49 കവർ ആകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുന്നില്ല, ഔട്ട്പുട്ട് മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 0 മുതൽ 7 വരെയുള്ള ഇൻപുട്ട്സിന് മൊത്തം 8 ഇൻപുട്ട്സ് ഉണ്ട്. ആ ഇൻപുട്ട്സിന് എത്ര ഔട്ട്പുട്ട് വരും, 8 ഔട്ട്പുട്ട്സ് ആയിരിക്കും വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 0 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നില്ല, പകരം അതിൻ്റെ സ്ക്വയർ ആയിരിക്കും സ്റ്റോർ ആയി കാണിക്കുന്നത്. 1 കൊടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട് സ്റ്റോർ ആകുന്നു, 1 എന്നുള്ള ഔട്ട് സ്റ്റോർ ആകുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം നമുക്ക് 8 ഔട്ട്പുട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. സോ ആ 8 ഔട്ട്പുട്ട്സ് സ്റ്റോർ ചെയ്യാനായിട്ട് 2^3 മതിയാവും നമുക്ക്. അപ്പം 3 അഡ്രസ് ലൈൻസ് മതിയാവും. സോ ഓപ്ഷൻ ബി 3 അഡ്രസ് ലൈൻസ് ആൻഡ് 6 ഡേറ്റ ലൈൻസ് ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്ക് 8 അഡ്രസ് ലൈൻസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. 8 അഡ്രസ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2^8 to 256 അത്രയും അഡ്രസ് ലൈൻസിൻ്റെ ആവശ്യം നമുക്കില്ല. 2^6 വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും സ്റ്റോർ ചെയ്യാമായിരുന്നു. ഇവിടെ 2^3 ആണ് ഉള്ളത്. 2^3 അഡ്രസ് ലൈൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് ആൻഡ് 6 ഡേറ്റ ലൈൻസും വരുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. So question number 4. In the DRAM cell in the figure, VT of the NMOS is 1 volt. For which of the following 3 combinations were line voltage source and BL voltages? കറക്റ്റ് ആയിട്ട് വരുന്നത്
ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ 3 വോൾട്ടേജസ് തന്നിട്ടുണ്ട്. ആ വോൾട്ടേജ് എന്ന് വെച്ചാൽ ഒന്ന് വേർട്ട് ലൈൻ ആണ്, ഒന്ന് VS സോഴ്സ് സെറ്റ് വോൾട്ടേജ് ആണ്, പിന്നെ ഒന്ന് ബിറ്റ് ലൈൻ വോൾട്ടേജസ് ആണ്. സോ ഈ കോമ്പിനേഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് VT തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം ഒരു DRAM എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? DRAM കൺസിസ്റ്റ് ഓഫ് ആൻ NMOSFET ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. സോ ഇവിടെ ഇത് ഡ്രെയിൻ, ഇത് ഗേറ്റ്, ഇത് സോഴ്സ്. സോ ഇതിൽ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ അനുസരിച്ചിട്ടാണ് 1ഉം 0യും 1 and 0 സ്റ്റോർ ആവുന്നത്. ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 1 സ്റ്റോർ ആവുന്നു, ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 0യും. സോ ചാർജ് ആവുന്ന സമയത്ത് സിയുടെ വാല്യൂ എവിടെ വരെ? അപ് ടു, അതായത് ഈ VS എന്ന് പറയുന്ന വാല്യൂ അപ് ടു VD വരെ സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രാൻസിസ്റ്റർ ഇത് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവണം. ട്രാൻസിസ്റ്റർ ഓൺ ആവുക മീൻസ് VDയും VSഉം തമ്മിൽ ഷോർട്ട് ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ VD ഷോർട്ട് ആകുമ്പോഴത്തേക്ക് ഈ വോൾട്ടേജ് വരെ, VD എന്ന് പറഞ്ഞ വോൾട്ടേജ് വരെ കപ്പാസിറ്റർ ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസിസ്റ്റർ ഓൺ ആവണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ VGS എന്ന് പറയുന്നത്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VT. ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. അതായത് VG മൈനസ് VT എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VT ആയിരിക്കണം. അത് VS എന്ന് പറയുന്നത്, അതിൽ നിന്ന് VS എടുക്കുകയാണെങ്കിൽ VG മൈനസ് VT ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VS ഇതായിരിക്കും. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? ട്രാൻസിസ്റ്റർ ഓൺ ആവുള്ളൂ. ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പോൾ ഡ്രെയിനും സോഴ്സും നമ്മൾ ഷോർട്ടായിട്ട് അപ് ടു ഡ്രെയിൻ വോൾട്ടേജ് വരെ കപ്പാസിറ്റർ ചാർജ് ആവും. സോ VSന് പോകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? VG മൈനസ് VTനേക്കാൾ ലെസ് ആയിരിക്കണം. മാക്സിമം പോകാൻ പറ്റുന്നത് അപ് ടു VG മൈനസ് VT വരെയാണ് VS സോഴ്സ് വോൾട്ടേജിന് പോകാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് 2 കേസസ് ചെക്ക് ചെയ്യാനുണ്ട്. 2 കേസസ് ചെക്ക് ചെയ്ത് 2 കണ്ടീഷൻ നമ്മൾ എടുക്കും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നാണ് നോക്കുന്നത്. സോ കണ്ടീഷൻ ആണ് ഇപ്പോൾ നമ്മൾ VSൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഇനി VD എന്ന് പറയുന്നത് എന്താവാം? ഒന്നുകിൽ VG മൈനസ് VTനേക്കാൾ ലെസ് ആവാം, അല്ലെങ്കിൽ VD എന്ന് പറയുന്നത് VG മൈനസ് VTനേക്കാളും ഗ്രേറ്റർ ആവാം. ഈ 2 കണ്ടീഷൻ എടുക്കുന്നു. ഈ 2 കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഈ 2 കണ്ടീഷനിലും VSൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കിയിട്ട് ആ വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് VD ലെസ് ദാൻ VG മൈനസ് VT. ദറ്റ് ഈസ് നത്തിങ് ബട്ട് കപ്പാസിറ്റർ ചാർജ് ആവുന്ന ടുവേർഡ്സ് ഡ്രെയിൻ വോൾട്ടേജ് വരെ. പക്ഷെ ഡ്രെയിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VG മൈനസ് VT ആയതുകൊണ്ട് തന്നെ അതായത് ചാർജ് ആവുക മീൻസ് VS VD വരെ എത്തുന്ന ആ ഒരു ചാർജിങ്, കപ്പാസിറ്റർ ചാർജ് ആകുന്ന VS വോൾട്ടേജ് VD വരെ പറ്റും. VSന് എത്താൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു VG മൈനസ് VT ആണ്. പക്ഷെ ഇവിടെ അതുവരെ എത്തൂല, കാരണം VD എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ VG മൈനസ് VT ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ VG മൈനസ് VT ലെസ് ദാൻ VD ആണെന്നുണ്ടെങ്കിൽ VS ഈക്വൽ ടു ലെസ് ദാൻ VG മൈനസ് VT ആണോ എന്ന് നോക്കിയാൽ മതി. കാരണം എത്താൻ പറ്റുന്ന മാക്സിമം ആണ് VG മൈനസ് VT. VD ലെസ് ദാൻ ആയതുകൊണ്ട് VSും അവിടം വരെ എത്തത്തുള്ളൂ. സോ ഇതാണ് കേസെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് VD ഗ്രേറ്റർ ദാൻ VG മൈനസ് VT. VD ഗ്രേറ്റർ ദാൻ VG മൈനസ് VT ആകുമ്പോഴത്തേക്കും ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു, സോഴ്സും ഡ്രെയിനും തമ്മിൽ ഷോർട്ട് ആവുന്നു, VS ഇവിടുത്തെ വോൾട്ടേജ് ചാർജ് ആവാൻ തുടങ്ങും, കപ്പാസിറ്റർ ചാർജ് ആവാൻ തുടങ്ങുന്നു. അപ് ടു VD വരെയാണ് ചാർജ് ആവേണ്ടത്. പക്ഷേ ഇത് അവിടം വരെ എത്തൂല, കാരണം VSന് കിട്ടാവുന്ന മാക്സിമം എന്ന് പറയുന്നത് VG മൈനസ് VT ആണ്. VD അതിനേക്കാളും കൂടുതലുണ്ട്. സോ VS മാക്സിമം പോകുന്നത് VG മൈനസ് VT വരെ എത്തി ചാർജിങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ VD എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ VG മൈനസ് VT എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ VS ഈക്വൽ ടു VG മൈനസ് VT ആണോ എന്ന് നോക്കിയാൽ മതി. VD ലെസ് ദാൻ VG മൈനസ് VT ആണെങ്കിൽ VS ലെസ് ദാൻ VG മൈനസ് VT ആയിരിക്കണം. ഇനി VD ഗ്രേറ്റർ ദാൻ VG മൈനസ് VT ആണെങ്കിൽ VS ഈക്വൽ ടു VG മൈനസ് VT ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുള്ളത് VG VS VD ആണ്. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻ എയിൽ വന്നിരിക്കുന്നത്
5 വോൾട്ട് 3 വോൾട്ട് 7 വോൾട്ട്. ദെൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 4 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട്. ഓപ്ഷൻ സി എന്ന് പറയുമ്പം 5 വോൾട്ട് 5 വോൾട്ട് 5 വോൾട്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പം 4 വോൾട്ട് ആണ്. സോ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യും വി ജി മൈനസ് വി ടി. ദെൻ അത് വി ഡി ആയിട്ട് കമ്പയർ ചെയ്യും. അതിനുശേഷം വി എസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. വി ജി മൈനസ് വി ടി ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് വി ടി എന്ന് പറഞ്ഞാൽ 1 വോൾട്ട് ആണെന്ന് അറിയാം. സോ വി ജി എന്ന് പറഞ്ഞാൽ 5 വോൾട്ട്. സോ ഇവിടെ 4 വോൾട്ട് വരും. ഇവിടെയാണെങ്കിൽ 3 വോൾട്ട് വരും. ഇവിടെ 4 വോൾട്ട് വരും. ഇവിടെയും 3 വോൾട്ട് വരും. ഇനി ഇവിടെ വി ജി മൈനസ് വി ടിയും വി ഡിയും തമ്മിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വി ഡി ഗ്രേറ്റർ ദാൻ വി ജി മൈനസ് വി ടി ആണ്. സോ ആ കേസിൽ എന്ത് വരണം? വി എസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വി ജി മൈനസ് വി ടി വരണം. അത് വി എസ് വരേണ്ടത് വി ജി എന്ന് പറയുന്നത് 5 മൈനസ് 1 4 വരണം വി എസ്. നമുക്ക് 4 ആണോ? അല്ല, 3 ആണ്. സോ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബിയിലോട്ട് വരാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വി ജി മൈനസ് വി ടി 3 ആണ് ആൻഡ് വി ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ഇവിടെയും വി ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി ജി മൈനസ് വി ടി ആണ്. സോ ഇവിടെയും നമുക്ക് വി എസ് ഈക്വൽ ടു വി ജി മൈനസ് വി ടി വരണം. വി ജി എന്ന് പറയുന്നത് 4 ആണ് മൈനസ് 1 3. സോ നമുക്ക് വി എസ് 3 കിട്ടണം. 3 ആണോ? അതെ, 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ശരിയായ ആൻസർ. നമുക്ക് ബാക്കിയോടെ ചെക്ക് ചെയ്യാം. വി ഡി 5ഉം വി ജി മൈനസ് വി ടി 4ഉം. സോ ഇവിടെയും വി ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി ജി മൈനസ് വി ടി ആണ്. അപ്പോൾ വി എസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വി ജി മൈനസ് വി ടി വരണം. ഈക്വൽ ടു വരണം. സോ ഇവിടെ വി ജി എന്ന് പറഞ്ഞാൽ 5 ആണ് മൈനസ് 1 4. വി എസ് 4 ആണോ? അല്ല, വി എസ് 4 അല്ല, വി എസ് 5 ആണ് വന്നിരിക്കുന്നത്. സോ സിയും തെറ്റാണ്. എഗെയിൻ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിടത്തും വി ഡി ലെസ് ദാൻ എന്നാണ് കേസ് വന്നിട്ടില്ല. എല്ലായിടത്തും വി ഡി ഗ്രേറ്റർ ദാൻ വി ജി മൈനസ് വി ടി എന്ന കേസാണ് വന്നിട്ടുള്ളത്. സോ വി ജി മൈനസ് 4 മൈനസ് 1 3 ആണ്. അപ്പോൾ വി എസ് 3 ആണോ? അല്ല, 4 ആണോ വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ജസ്റ്റ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വി എസ് അതുപോലെയാണോ വന്നിരിക്കുന്നതെന്ന് നോക്കിയിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്പർ 5. Which of the following are the features of SRAM? SRAMിൻ്റെ ഫീച്ചേഴ്സിനൊക്കെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ DRAM. കറക്റ്റാണ്. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ബിഗർ ഇൻ സൈസ് ആൻഡ് മോർ എക്സ്പെൻസീവ് ദാൻ DRAM. അതും കറക്റ്റാണ്. ഇറ്റ് റിക്വയർസ് ലെസ് പവർ കൺസംഷൻ. അതും കറക്റ്റാണ്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് ഈ ക്വസ്റ്റിന് ആൻസർ. ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും എന്താണ് SRAMിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. സോ DRAMനേക്കാൾ ഫാസ്റ്റർ ആണ്, എക്സ്പെൻസീവ് ആണ്, ബിഗറും ആണ്, പക്ഷെ പവർ കൺസംഷൻസ് കുറവാണ്. SRAMിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. Number 6. The key features of DRAM is dash. It is faster than SRAM. It is bigger in size than XRAM. It requires less power than static SRAM. It is less expensive and cheaper than static SRAM. സോ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഇപ്പോൾ നേരത്തെ SRAMിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഇപ്പോൾ DRAMിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ SRAM എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം SRAM ആണ് ഫാസ്റ്റർ. ദെൻ ബിഗർ ഇൻ സൈസ് അല്ല, SRAM ആണ്. ഇറ്റ് റിക്വയർസ് ലെസ് പവർ അല്ല, ലെസ് പവർ വരുന്നത് DRAMിനേക്കാളും SRAMിനാണ്. ദെൻ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ചീപ്പർ ദാൻ സ്റ്റാറ്റിക് SRAM. ഓക്കെ, അത് കറക്റ്റാണ്. ലെസ് എക്സ്പെൻസീവും ചീപ്പറും ആണ് DRAM കമ്പയർ ടു SRAM. സോ ഈ ക്വസ്റ്റിന് ആൻസർ എന്നുള്ള ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ചീപ്പർ ദാൻ സ്റ്റാറ്റിക് RAM. Question number 7. Which type of RAM can be used as cache memory? SRAM, DRAM, both A and B, none of these. Cache memory ആയിട്ട് യൂസ് ചെയ്യുന്നത് SRAM ആണ്. സോ ഈ ക്വസ്റ്റിന് ആൻസർ എന്നുള്ള ഓപ്ഷൻ എ SRAM. Number 8. Which of the following memories needs refresh to store information? Option A cache memory, option B SRAM, option D DRAM, option C DRAM, option D all of these. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് DRAM ആണ്. സി DRAMനാണ് റീഫ്രഷിങ് ആവശ്യമായിട്ട് വരുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടതാണ് DRAM എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ ഒരു N MOSFET ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വെച്ചിട്ടാണ് ഇത് മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. സോ കപ്പാസിറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു ലീക്കേജ് സംഭവിക്കും. ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, അപ്പോൾ ലീക്കേജ് സംഭവിക്കും. ലീക്കേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ
മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ റീഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം ഇതിൻ്റെ ഡേറ്റാസ് അതുപോലെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അത്തരത്തിൽ ഈ കപ്പാസിറ്ററിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെ റീഫ്രഷിങ് വേണ്ടി വരുന്നത് DRAM-നാണ്. Which of the following computer memory is also known as read-write memory or RWM? Option A ROM, RAM, PROM, EEPROM. റീഡ് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് റാൻഡം ആക്സസ് മെമ്മറിയാണ്, റാം ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ബാക്കി റോമിലൊന്നും നമുക്ക് റീഡ് ചെയ്യാനേ പറ്റൂ, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ പ്രോഗ്രാമബിൾ റോം, ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റോമാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റാം ആണ്, റാൻഡം ആക്സസ് മെമ്മറി. അതിൽ മാത്രമേ നമുക്ക് റീഡ് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് RWM എന്നും അറിയപ്പെടുന്നത്. Question number 10. Which one of the following statement is correct? Option A PROM contains a programmable AND array and a fixed OR array. Option B PLA contains a fixed AND array and a programmable OR array. Option C PROM contains a fixed AND array and a programmable OR array. Option D PLA contains a programmable AND array and a programmable OR array. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ PROM contains programmable AND array and a fixed. ഓപ്ഷൻ സി ആണ്, കാരണം PROM contains a fixed AND array and a programmable OR array എന്നുള്ളതാണ് കറക്റ്റ്. അതുപോലെ PLA എന്ന് പറയുമ്പോൾ PLA contains two programmable planes and OR. PLA-ൽ two programmable planes ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, PROM contains a fixed AND array and a programmable OR array. Question number 11. Among the memory type, the abbreviation of MBDRAM stands for. Option A multi-port dynamic random access memory. Option B multi-point dynamic random access memory. Option C multi-point disk random access memory. And option D multi-port dimensional random access memory. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പം ഓപ്ഷൻ എ ആണ്, മൾട്ടി-പോർട്ട് ഡൈനാമിക് ആണ്. മൾട്ടി-പോർട്ട് ഡൈനാമിക് റാം ആണ് MBDRAM എന്ന് പറയുന്നത്. മൾട്ടി-പോർട്ട് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയാണ് MBDRAM എന്ന് പറയുന്നത്. 12. Consider the following statement of a DRAM. 1 bit is stored as charge. 2 it is made of MOS transistor. അതും കറക്റ്റാണ്, നമ്മൾ കണ്ടതാണ്. ഒരു NMOSും ഒരു കപ്പാസിറ്ററും ആണ് ഇത് DRAM-ൽ വരുന്നത്. Then C speed of DRAM is faster than the processors. Faster than the processor അല്ല. Each memory cell requires 6 transistors. അതും തെറ്റാണ്. സോ ഇതിൽ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ബിറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ചാർജ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് MOS ട്രാൻസിസ്റ്റേഴ്സ്. അത് രണ്ടും വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2 only എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. 1 and 2 only. Number 13. The difference between PLA and ROM is. Option A PLA is sequential and ROM is combinational. Option B PLA is combinational and ROM is sequential. Option C PLA is economizes on the number of minterms to implement Boolean functions. And option D PLA has a fixed AND array and ROM has a fixed OR array. Question answer option A ആണ്, PLA is sequential and ROM is combination. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. Difference between PLA and ROM. Number 14. Processing of MOS IC is less expensive than bipolar ICs primarily because they use cheaper components, need no component isolation, requires much less diffusion steps, and finally have very high packing density. So processing of MOS IC is less expensive than bipolar ICs primarily because അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാവ് വെരി ഹൈ പാക്കിംഗ് ഡെൻസിറ്റി. 15. Which one of the following has the shortest access time? Option A NMOS EEPROM, option B NMOS RAM, option C CMOS RAM, and option D bipolar static RAM. ഷോർട്ടസ്റ്റ് ആക്സസ് ടൈം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബൈപോളാർ സ്റ്റാറ്റിക് റാമിനാണ് ഷോർട്ടസ്റ്റ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ബൈപോളാർ സ്റ്റാറ്റിക് റാം.
Number 16. A single ROM is used to design a combination circuit described by a truth table. What is the number of address lines in the ROM? Option A, number of input variable in the truth table. Option B, number of output variable in the truth table. Option C, number of input plus output variables in the truth table. And option D, number of lines in the truth table. Single ROM is used to design a combination circuit. Question answer option A ആണ്. Number of input variable in the truth table ആണ്. Which one of the following statement is correct? Option A, PROM contains programmable AND array and fixed OR array. Option B, PLA contains fixed AND array and programmable OR array. Option C, PROM contains a fixed AND array and a programmable OR array. Option D, PLA contains a programmable AND array and a programmable NOR array. So question answer is option C ആണ്. PROM contains a fixed AND array and a programmable OR array. Question number 18. A typical cell for a dynamic RAM can be implemented by using how many MOS transistor? DRAMന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. DRAM നമ്മൾ ഓൾറെഡി ഇതിനോടകം തന്നെ കുറേ തവണ നമ്മൾ കണ്ടതാണ്. ഒരു ട്രാൻസിസ്റ്റർ മതിയാകും. So question answer ഓപ്ഷൻ സി ആണ്. DRAM one MOS transistor.